ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ലോങ് ടൈം മെമ്മറിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി അഥവാ മൾട്ടി സ്റ്റോർ മെമ്മറി മോഡലായിരുന്നു. അതിൽ 3 മെമ്മറി സ്റ്റോറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, അതുപോലെ ലോങ് ടൈം മെമ്മറി. സെൻസറി മെമ്മറി എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി സ്റ്റോറാണ്. ഇതിൽ നിന്നും അറ്റൻഷൻ കൊടുക്കുന്ന സമയത്താണ് ഇൻഫർമേഷൻസ് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഷോർട്ട് ടൈം മെമ്മറി കുറേ കൂടി സെൻസറി മെമ്മറിയേക്കാൾ റിട്ടൻഷൻ കപ്പാസിറ്റി ഉള്ളതാണ്. 20 to 30 സെക്കൻഡ് വരെയാണ് ഇൻഫർമേഷൻ സ്റ്റോർ ആവുന്നത്. അതിൽ നിന്ന് ഇലാബറേറ്റീവ് ആയിട്ടുള്ള റിഹേഴ്സൽ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഇൻഫർമേഷൻസ് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നത്. ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത് വളരെ ദീർഘകാലത്തേക്ക് നമുക്ക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ലോങ് ടൈം മെമ്മറിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ലോങ് ടൈം മെമ്മറി? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫർമേഷൻസ് കുറേ ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലേക്ക് നമുക്ക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും അവസാനത്തെ മെമ്മറി സ്റ്റോറാണ് ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ലോങ് ടൈം മെമ്മറിയിലാണ് നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും ദീർഘകാലത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ലൈഫ് ടൈം സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഈ ഒരു മെമ്മറി സ്റ്റോറിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരിയഡിൽ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടൻഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സാധ്യമാവും. ലൈഫിൽ ഏത് സമയത്തും നമുക്കിത് റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ വലിയ ഒരു അളവിൽ വിവരങ്ങൾ സംഭരിക്കാൻ വേണ്ടി ഇതിൽ ഈ ഒരു മെമ്മറി സ്റ്റോറിന് കപ്പാസിറ്റി ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇൻഫർമേഷൻസ് 30 സെക്കൻഡ് വരെ മാക്സിമം ആണ് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിൽക്കുന്നത്. സെൻസറി മെമ്മറിയിലാണെങ്കിൽ അത് ഓഡിറ്ററി ആണെങ്കിൽ 4 സെക്കൻഡും സെൻസറി മെമ്മറി ആണെങ്കിൽ 0.5 സെക്കൻഡ്, അഥവാ 1 സെക്കൻഡ് പോലും സെൻസറി ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വൽ ഇൻഫർമേഷൻസ് സെൻസറി മെമ്മറിയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ലോങ് ടേം മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം അല്ലെങ്കിൽ നമ്മുടെ ഏത് സമയത്തും നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസ് 20-30 വർഷം അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസ് ലൈഫിൽ എൻ്റയർ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ ഹൈ ആണ്. എൻകോഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എലാബറേറ്റീവ് ആയിട്ടുള്ള റിഹേഴ്സൽ, ഇമോഷണലി സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വൈകാരികപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ഇവൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ രീതിയിലാണ് ഇതിൽ എൻകോഡിങ് നടക്കുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് വഴി അതുപോലെ അതിൻ്റെ എലാബറേറ്റീവ് ആയിട്ടുള്ള റിഹേഴ്സൽസ് വഴിയാണ് ഇവിടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. റിട്രൈവൽ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഇതിനെ റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിരുന്നാൽ പോലും ചില ലോങ് ടേം മെമ്മറി ഇൻഫർമേഷൻസ് റിട്രൈവൽ ഫെയിലിയർ അല്ലെങ്കിൽ ചില സമയത്ത് റിട്രൈവ് ചെയ്തെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടും. അത് ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഉള്ള പ്രോബ്ലം അല്ലെങ്കിൽ മെമ്മറി ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ഓവർലോഡിങ് പോലെയുള്ള കണ്ടീഷൻസിൽ ഈവൻ ഇൻഫർമേഷൻ ലോങ് ടൈം മെമ്മറി സ്റ്റോറിലാണെങ്കിൽ പോലും ആ ഒരു ഇൻഫർമേഷൻസ് ചില കണ്ടീഷൻസിൽ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ആക്സസിബിൾ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ റിട്രൈവൽ എബിലിറ്റി കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള ആ സമയത്ത് ഇതിനെ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എക്സാമിന് നമ്മൾ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം പോലും എക്സാം സമയത്ത് ചിലപ്പോൾ ഓർമ്മ വരാതെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓർമ്മ വരും. ലോങ് ടൈം മെമ്മറി ആണെങ്കിൽ പോലും ചില ഫാക്റ്റുകൾ ചില അറിവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അത് മെമ്മറി അപ്പോൾ അവൈലബിൾ അല്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് പിന്നെ ഒരു സമയത്ത് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മെമ്മറി ഇല്ല എന്നല്ല, അപ്പോൾ നമുക്കത് ബോധിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് ടൈപ്സ് ഓഫ് ലോങ് ടൈം മെമ്മറി ഉണ്ട്. ലോങ് ടൈം മെമ്മറിക്ക് ഉദാഹരണമാണ് എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ നാട് അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ള വർഷം ഏതാണെന്ന്, അല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് ഓടിക്കാൻ അറിയെങ്കിൽ ബൈക്ക് ഓടിക്കാനുള്ള നമ്മുടെ സ്കില്ല്, അതൊക്കെ തന്നെ നമ്മൾ കുറച്ച് സമയത്തേക്കല്ല എൻറ്റയർ ലൈഫ് ടൈമിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസാണ് ലോങ് ടൈം മെമ്മറി ഉള്ളത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് ലോങ് ടൈം മെമ്മറിയാണുള്ളത്. അതൊന്ന് എക്സ്പ്ലിസിറ്റ് മെമ്മറി അഥവാ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം.
ഇംപ്ലിസിറ്റ് മെമ്മറി അഥവാ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയാം. എക്സ്പ്ലിസിറ്റ് മെമ്മറി കോൺഷ്യസ്ലി റീകാൾ ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റുകളും ഇവൻറ്റുകളുമാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി അഥവാ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് റീകാൾ ഓഫ് സ്കിൽ ആൻഡ് ഹാബിറ്റ്. നമ്മുടെ ഹാബിറ്റുകളും സ്കില്ലുകളൊക്കെ തന്നെ മോട്ടോർ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് മെമ്മറി മെയിൻലി 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സെമാൻറ്റിക് മെമ്മറി, അതുപോലെ എപ്പിസോഡിക് മെമ്മറി. അതുപോലെ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി അഥവാ ഇംപ്ലിസിറ്റ് മെമ്മറി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൊസീജറൽ മെമ്മറി, അതുപോലെ ടൈമിംഗ് എന്ന് പറയും. ഇംപ്ലിസിറ്റ് മെമ്മറി ഇതല്ലാതെയും ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻലി എക്സ്പ്ലിസിറ്റ് മെമ്മറിയിലെ ഈ 2 ടൈപ്പും അതുപോലെ ഇംപ്ലിസിറ്റ് മെമ്മറിയിലെ പ്രൊസീജറൽ മെമ്മറിയുമാണ് നമ്മുടെ സിലബസിൽ പറയുന്ന ടൈപ്സ് ഓഫ് മെമ്മറീസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ 3 ടൈപ്പ് ഓഫ് മെമ്മറിക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിക്ലറേറ്റീവ് മെമ്മറി. വാട്ട് ഇസ് ഡിക്ലറേറ്റീവ് മെമ്മറി? ഡിക്ലറേറ്റീവ് മെമ്മറി ആൾസോ നോൺ ആസ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. അഥവാ നമുക്ക് വളരെ എക്സ്പ്ലിസിറ്റ്ലി അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന, വേറൊരാൾക്ക് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്ന മെമ്മറീസാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ ഇത് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് ഫാക്ട്, ഇവൻറ്റ് ആൻഡ് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ബോധപൂർവം നമ്മൾ റിട്രൈവ് ചെയ്തെടുക്കുന്ന നമ്മുടെ അറിവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റുകൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലിസിറ്റ് ആണ്. അത് പറയുന്നത് നമുക്കിതിൻ്റെ കോൺഷ്യസ് ആയിട്ടുള്ള ഇഫോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നമുക്കിത് റിട്രൈവ് ചെയ്തെടുക്കുന്നതിൽ വേണം എന്നുള്ളതാണ് പറയുന്നത്. മെയിൻലി 2 ബ്രെയിൻ ഏരിയയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് ഹിപ്പോ ക്യാമ്പസ് ആണ്, അതുപോലെ നിയോ കോർട്ടക്സ് ആണ്. ഹിപ്പോ ക്യാമ്പസ് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിൻ ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ്. അതുപോലെ നിയോ കോർട്ടക്സ്, നമ്മുടെ ഫ്രണ്ടൽ ലോബിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് നിയോ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ നിയോ കോർട്ടക്സ് ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് വളരെ ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫ്രണ്ടൽ ലോബും നിയോ കോർട്ടക്സ് ഒക്കെയാണ്. അപ്പോൾ നിയോ കോർട്ടക്സും ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ വളരെ ഈസിലി നമുക്ക് അവൈലബിൾ ആക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹിപ്പോ ക്യാമ്പസ് അതുപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജുകൾ, ജനറൽ നോളജുകൾ, ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിൽ മെമ്മറി ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഹിപ്പോ ക്യാമ്പൽ ഡാമേജസുകൾ, മെമ്മറി ഇമ്പയർമെൻറ്റുകൾ സൃഷ്ടിക്കും. മെമ്മറീസ്, ലോങ് ടൈം മെമ്മറീസ് റിട്രൈവ് ചെയ്തെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ വരും. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിക്ലറേറ്റീവ് മെമ്മറിക്ക് പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് നമ്മൾ ഓർത്തെടുക്കുന്നത്, ഇന്ത്യ സ്വതന്ത്രമായ വർഷം നമ്മൾ ഓർത്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഓർത്തെടുക്കുന്നത്, ആദ്യമായിട്ട് കോളേജിലേക്ക് പോയ ദിവസം, അല്ലെങ്കിൽ കോളേജ് ഓപ്പൺ ചെയ്ത ദിവസം, ആദ്യമായിട്ട് ജോലിക്ക് കയറിയ ദിവസം, നമ്മുടെ അല്ലെങ്കിൽ ന്യൂ ഇയർ പാർട്ടി നമ്മൾ ഒരു സ്ഥലത്ത് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിച്ചത് എന്നുള്ളത് ഇന്ന് നമ്മൾ ഓർക്കുന്നത് ഒരു ലോങ് ടൈം മെമ്മറിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിൻ്റെ ദിവസം, ഫെയിലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത്തരം ദിവസങ്ങൾ, അത്തരം നമ്മൾ മറക്കാത്ത, നമ്മുടെ ദീർഘകാലത്തേക്ക് നമുക്ക് ഓർക്കാൻ പറ്റുന്ന, എന്നാൽ ഈ പറഞ്ഞ പോലെ കോൺഷ്യസ് ഇഫോർട്ട് അതിന് വേണം. നമ്മൾ ബോധപൂർവം നമ്മളതിനെ അവെയർനെസ്സിലേക്ക് എത്തിക്കാൻ നമുക്കൊരു ശ്രമം ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ബോധത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഡിക്ലറേറ്റീവ് മെമ്മറി അഥവാ എക്സ്പ്ലിസിറ്റ് മെമ്മറി 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സെമാൻറ്റിക് മെമ്മറി, അതുപോലെ എപ്പിസോഡിക് മെമ്മറി. വളരെ ഈസിയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി നമുക്ക് മനസ്സിലാക്കാൻ. സെമാൻറ്റിക് എന്ന് പറയുന്നതിന് മീനിങ് ഫുൾ ഇൻഫർമേഷൻസ് ആണ്. ഈ പറഞ്ഞ പോലെ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. അത് പലപ്പോഴും നമുക്ക് ഫാക്റ്റും അതുപോലെ ഫീച്ചേഴ്സും, ജനറൽ നോളജുകൾ, ലാംഗ്വേജ് എബിലിറ്റി, ഇതൊക്കെയാണ് മെയിൻലി സെമാൻറ്റിക് മെമ്മറിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ഫാക്ട് ബേസ്ഡ് ആണ്. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലി എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും ഇതെന്നുള്ളത്. അപ്പോൾ ഡോഗ് ഈസ് ആൻ അനിമൽ, ഡോഗ് ഒരു അനിമലാണ്, ലോകത്ത് എവിടെ ചെന്നാലും ഡോഗ് അനിമലാണ്, അതൊരു ഫാക്റ്റാണ് അല്ലേ. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ഞാൻ പറയണത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് നിലവിൽ അത് അങ്ങനെയാണ് അല്ലേ. അത്തരത്തിലുള്ള ഫാക്റ്റുകൾ, അതുപോലെ ജനറൽ നോളജുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറയണം, അതൊരു ജനറൽ നോളജാണ്. അത്തരത്തിൽ നമ്മുടെ ജനറൽ നോളജ്, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റി, ലാംഗ്വേജിലുള്ള റൂൾസും അതുപോലെ അതിലുള്ള നിയമങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ലാംഗ്വേജ് വേർഡ്സ്, അതിൻ്റെ മീനിങ്, ഇതൊക്കെ സെമാൻറ്റിക് മെമ്മറിയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ വരുന്ന സെമാൻറ്റിക് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എസ്പെഷ്യലി
വേർഡ് മീനിങ്, അതുപോലെ തന്നെ സിമ്പൽ, അതുപോലെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ തന്നെ സെമാൻറ്റിക് മെമ്മറിയാണ്. അതുകൊണ്ടാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സെമാൻറ്റിക് മെമ്മറി ആവുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമ്പിൾസ് ആണല്ലോ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പേർക്ക് പരസ്പരം മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സിമ്പിൾസുകളാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ലാംഗ്വേജുകളൊക്കെ തന്നെ സെമാൻറ്റിക് മെമ്മറിയാണ്. അതുപോലെ തന്നെ ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അഥവാ ഈ ഒരു ഇൻഫർമേഷൻസ് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് എനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ്. അപ്പോൾ ഡൽഹി ഇന്ത്യയുടെ ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയാണ് എന്നുള്ളത് എനിക്കറിയാം. അതൊരു ജനറൽ നോളജാണ്, അല്ലെങ്കിൽ അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇത് ഏത് സമയത്താണ് ഞാൻ ഇത് ലേൺ ചെയ്തു എന്നുള്ളത് എനിക്ക് റീകാൾ ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആ ഒരു നോളജ് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എപ്പോൾ പഠിച്ചു എന്നറിയാൻ വേണ്ടി പാടില്ല. ഒപ്പം തന്നെ ഇത് എൻ്റെ ഇൻ്റർപ്രിട്ടേഷന് വിധേയമല്ല. വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ് സെമാൻറ്റിക് മെമ്മറിയിലുള്ളത്. സബ്ജക്റ്റീവ് അല്ല, എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസുകളല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻസിനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും ഒരു ഹൈറാർക്കി വരുത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സെമാൻറ്റിക് മെമ്മറിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആപ്പിൾ ആൻഡ് ഓറഞ്ച് രണ്ടും ഫ്രൂട്ടാണ് ഫ്രൂട്ട് എന്നൊരു കോമൺ കാറ്റഗറിയിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സെമാൻറ്റിക് മെമ്മറി ഇൻഫർമേഷൻസുകളാണ്. അങ്ങനെ നമ്മൾ ആപ്പിളിനെയും ഓറഞ്ചിനെയും നമ്മൾ ചില ഫീച്ചേഴ്സുകൾ നോക്കിയിട്ടായിരിക്കും അതിനെ ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, അതിൻ്റെ യൂസ്ഫുൾനെസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നത്. അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സുകളാണ്. സെമാൻറ്റിക് മെമ്മറി എപ്പോഴും ഫീച്ചേഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പാരീസ് എന്നുള്ളത് ഫ്രാൻസിൻ്റെ ഒരു ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ ഡൽഹി എന്നുള്ളത് ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ടൂവും പ്ലസ് ചെയ്ത 4 കിട്ടുക. അല്ലെങ്കിൽ ലാംഗ്വേജ് എബിലിറ്റീസ്, ലാംഗ്വേജ് റൂൾസുകൾ, മീനിങ്ങുകൾ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, ജനറൽ നോളജുകളൊക്കെ സെമാൻറ്റിക് മെമ്മറിയാണ് എന്നുള്ളതാണ്. അതുപോലെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്ന മറ്റൊരു ഡിക്ലറേറ്റീവ് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്. ഈ പറഞ്ഞ പോലെ കോൺഷ്യസ് റീകാൾ ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും ഇവൻറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ തന്നെ ആ സമയം, അല്ലെങ്കിൽ അവിടുത്തെ നേരം, അല്ലെങ്കിൽ ഏത് സമയത്ത് സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു എന്നൊക്കെ നമ്മുടെ ഓർത്തെടുക്കുന്നത് എപ്പിസോഡിക് മെമ്മറിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ആൻഡ് ഓട്ടോബയോഗ്രഫിക്കലാണ്. അഥവാ ഓരോ വ്യക്തികൾക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സലല്ല, എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. എപ്പിസോഡിക് മെമ്മറി ഈ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അനുഭവങ്ങളും ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസുമാണ് മെയിൻലി ഇതിലുള്ളത് എന്നുള്ളത്. ഇത് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, കോണ്ടെക്സ്റ്റ് റിച്ച് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ആദ്യമായിട്ട് നമ്മൾ കോളേജിലേക്ക് കോളേജ് ഡേ എന്ന് പറയുന്നത് ഒരു എപ്പിസോഡിക് മെമ്മറി, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ ദിവസം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൂർ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ഓർത്തെടുക്കുന്നത്, ലോങ് യാത്ര പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ലൈഫിലുള്ള ഇവൻറ്റുകൾ, സ്വന്തം ഇവൻറ്റുകൾ ഓർത്തെടുക്കുന്നതാണ്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറി ദാറ്റ് ഇൻക്ലൂഡിങ് ഡീറ്റെയിൽ അബൌട്ട് ടൈം, പ്ലേസ്, പീപ്പിൾ, ഇമോഷൻസ് ആൻഡ് സെൻസറി എക്സ്പീരിയൻസ് അസോസിയേറ്റഡ് വിത്ത് ഇവൻറ്റ്. ആ ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്തുണ്ടാകുന്ന എക്സ്പീരിയൻസ്, ഇമോഷണലി ഉള്ള നമ്മുടെ ഇമോഷണൽ എക്സ്പീരിയൻസുകൾ, സെൻസറി എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ അവിടെ ഉണ്ട്, എന്തൊക്കെ സമയത്താണ് നടക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും ഈ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം തന്നെ ഓരോ സമയവും ആ ടൈം സ്റ്റാമ്പ്ഡ് ആയിരിക്കും ഇത്തരം ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും. ഓരോ ടൈം, ആദ്യം നടന്നത് ആദ്യം, പിന്നെ കഴിഞ്ഞത് പിന്നെ, അങ്ങനെ ഒരു കാലക്രമത്തിലായിരിക്കും എപ്പിസോഡിക് മെമ്മറി നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പിസോഡിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് ലേൺ ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല, പക്ഷേ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് ആ ഇൻഫർമേഷൻസ് എപ്പോൾ കിട്ടി, അല്ലെങ്കിൽ വാട്ട്, വേർ ആൻഡ് വെൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്ത് ഇൻഫർമേഷൻസ് ആണുള്ളത്, അത് എവിടെ വെച്ച് നടന്നു, ഒപ്പം തന്നെ ഏത് സമയത്ത് നടന്നു എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർലി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ, ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു ടൂറിൽ ഏതൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റുകൾ, ആ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ,
അത് എവിടെയാണ് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അത് ഏത് സമയത്താണ് ലേണിംഗ് സംഭവിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് മെമ്മറി എൻകോഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും എക്സാമ്പിൾസ് ഓഫ് എപ്പിസോഡിക് മെമ്മറി പറഞ്ഞ പോലെ നമ്മളൊരു നല്ലൊരു യാത്ര പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ഡേ, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ കോളേജിലേക്ക് ഫസ്റ്റ് പോകുന്ന ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ്, എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയ ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുള്ള ഒരു ലോസ് വന്നിട്ടുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാസ്മെൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണലി നമുക്ക് തളർത്തിയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റുകളോ, നമുക്ക് എന്തെങ്കിലും റിസൾട്ട് വന്ന ദിവസം, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രധാനമായിട്ടും എപ്പിസോഡിക് മെമ്മറിയിലുള്ളത് എന്നുള്ളതാണ്. എപ്പിസോഡിക് മെമ്മറി പറയുമ്പോൾ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒന്നാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന മെമ്മറി. ഇത് എപ്പിസോഡിക് മെമ്മറിയെ പോലെ തന്നെയാണ് എപ്പിസോഡിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഒപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അറിവുകൾ, നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള അറിവുകളാണ് ഓട്ടോബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയുടെ, അല്ലെങ്കിൽ ഈ ഞാൻ എന്നുള്ള ബോധ്യം, നമ്മുടെ ഒരു ഈഗോയുടെ ഭാഗമാണ്. ഞാൻ എന്നുള്ള ബോധ്യമാവും, ആ ബോധ്യത്തിൻ്റെ ഭാഗമാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. ഇപ്പോൾ എൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളുണ്ട്, എനിക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്, എൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്, ഞാൻ എവിടെയാണ് ജനിച്ചത്, ഇങ്ങനെ എനിക്ക് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഇൻഫർമേഷൻസ് എനിക്ക് ഓർമ്മ വരുന്നതിന്, അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള ലോങ് ടേം മെമ്മറിയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ഞാൻ എന്താ ചെയ്യുന്നത്, ഓർത്തെടുക്കുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയാണ്. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡിക് മെമ്മറീസ് നമുക്ക് കുറേ കാണാൻ വേണ്ടി പറ്റും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്തെങ്കിലും ഒരു ഫസ്റ്റ് കോളേജ് ഡേ, അതിന് ഞാൻ കോളേജിലേക്ക് പോയത് എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയാണ്, എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്. ഒപ്പം തന്നെ അതൊരു എപ്പിസോഡിക് ഇൻഫർമേഷൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറീസ് നമുക്ക് എപ്പിസോഡിക് മെമ്മറിയിലാണ് കൂടുതൽ കാണാൻ വേണ്ടി പറ്റുക. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ഒരു വ്യക്തിയുടെ മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിവരിക്കാൻ പറ്റുന്ന, കോൺഷ്യസ്ലി നമുക്ക് വിവരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആണ്. കോൺഷ്യസ് ഇഫോർട്ട് ആവശ്യമാണ് അതിന്. രണ്ട് ടൈപ്പ് സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. ഒന്ന് കമ്പാരിസൺ ചെയ്യാം, സെമാൻറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് മെമ്മറി ഓഫ് ഫാക്ട്സ് ആൻഡ് ജനറൽ നോളജ്, ലാംഗ്വേജ് എബിലിറ്റി ഒക്കെയാണ്. അതേസമയം എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും പേഴ്സണൽ ആയിട്ടുള്ള ഇവൻറ്റുകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളുമാണ്. സെമാൻറ്റിക് മെമ്മറിയിൽ എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും ഇൻഫർമേഷൻസ്. നേച്ചർ ഓഫ് മെമ്മറി എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആണ്, ഫാക്ട് ബേസ്ഡ് ആണ്. എപ്പിസോഡിക് മെമ്മറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവ് ആണ്, അത്ര ഒബ്ജക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ മീനിങ് ഓഫ് വേർഡ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്, ഇതൊക്കെ സെമാൻറ്റിക് മെമ്മറിയാണ്. എപ്പിസോഡിക് മെമ്മറിയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്തെങ്കിലും ഒരു യാത്ര പോയതോ, അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയത്, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് കോളേജ് ഡേ, ഇതൊക്കെ എപ്പിസോഡിക് മെമ്മറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമാൻറ്റിക് മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം ആ ഇൻഫർമേഷനെ പ്രാധാന്യമുള്ളൂ, അത് എപ്പോഴാണ് നമുക്ക് ലേൺ ചെയ്തത്, എപ്പോൾ കിട്ടി എന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ എപ്പിസോഡിക് മെമ്മറിയിൽ അത് വളരെ ക്ലിയർ ആയിരിക്കും. ഏത് സമയം എന്നുള്ളത്, ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടൈം വെച്ചിട്ടായിരിക്കും നമുക്ക് അതിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മെയിൻലി ഡിക്ലറേറ്റീവ് മെമ്മറി. രണ്ടും ഈ പറഞ്ഞ പോലെ രണ്ടും ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്. രണ്ടും കോൺഷ്യസ് ഇഫോർട്ട് വേണം നമുക്ക് റീകാൾ ചെയ്യാൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി, അഥവാ മെമ്മറിയിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നറിയപ്പെടുന്ന നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. നമുക്കറിയാം എല്ലാ ഇൻഫർമേഷൻസും ഇതുപോലെ നമ്മളെ കോൺഷ്യസ് ഇഫോർട്ട് വേണമെന്നില്ല, നമുക്കത് ബോധപൂർവം അവെയർനെസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മുടെ കോൺഷ്യസ് ഇഫോർട്ട് ഇല്ലാതെയും ചില ഇൻഫർമേഷൻസ് അൺകോൺഷ്യസ്ലി നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അൺകോൺഷ്യസ്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്കില്ലുകളും ഹാബിറ്റുകളും അതുപോലെ ലേൺഡ് ആയിട്ടുള്ള റെസ്പോൺസുകളുമാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ഈ പറഞ്ഞ പോലെ ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. അത് നമുക്ക് മറ്റൊരാൾക്ക് വിവരിക്കാൻ വേണ്ടി കഴിയില്ല, വിവരിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അതൊരു ഹാബിറ്റിലൂടെ, ഒരു സ്കില്ലിലൂടെ, ഒരു മോട്ടോറിക് ആക്ഷൻസിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അങ്ങനെ ഒരു ലേണിംഗ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മെമ്മറി എൻകോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ നമുക്കത് നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ലോങ് ടേം മെമ്മറി സ്റ്റോർ ആണ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഇത് ഓപ്പറേറ്റ് അൺകോൺഷ്യസ്ലി and that involve skills, habit and conditioned
റെസ്പോൺസ് എന്നുള്ളതാണ്. ഡിക്ലറേറ്റീവ് മെമ്മറി അഥവാ എക്സ്പ്ലിസിറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഇവൻ്റ് ആയിരുന്നു. പക്ഷേ ഇംപ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഫംഗ്ഷൻ വിത്തൗട്ട് ഡെലിബറേറ്റ് ഇഫോർട്ട്. നമ്മൾ കോൺഷ്യസ് ഡെലിബറേറ്റ് ഇഫോർട്ട് ഇല്ലാതെ നമ്മൾ ബോധപൂർവ്വം ശ്രമം ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന മെമ്മറീസാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. എപ്പോഴും ഓർത്തെടുക്കാൻ നല്ലത് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി കൂടുതലും സ്കില്ലുകളും ഹാബിറ്റുകളും ആയിരിക്കും. സ്കിൽസ് ആൻഡ് ഹാബിറ്റ്സുകളാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ഒരു ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു മെമ്മറിയാണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുമെങ്കിൽ ആ ഡ്രൈവിംഗ് എന്ന് പറയുന്ന മെമ്മറിയാണ്. പക്ഷേ ആ ഡ്രൈവിംഗ് ഒരിക്കലും എനിക്കത് മറ്റൊരാൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത് അത് നെറേറ്റീവായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയല്ല, അതൊരു സ്കിൽ ഹാബിറ്റിലൂടെയാണ്. അത് കോൺഷ്യസ് ഇഫോർട്ട് ഫുൾ ടൈം വേണമെന്നില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ആ പഠിച്ച കാര്യം ഇങ്ങനെ മെമ്മറൈസ് ചെയ്തുകൊണ്ടല്ല വാഹനം ഓടിക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക്കാണ് അല്ലെങ്കിൽ നോൺ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് മാനറിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരു അൺകോൺഷ്യസ് മാനറിലാണ് പലതും, അല്ലേ? നമ്മൾ കുറേ പ്രാവശ്യം അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിൽ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. അത്തരം ഹാബിറ്റുകളും കണ്ടീഷനഡ് ആയിട്ടുള്ള നമ്മുടെ റെസ്പോൺസുകളും ബിഹേവിയറും ഒക്കെ തന്നെ നോൺ ഡിക്ലറേറ്റീവ് ആണെന്നുള്ളതാണ്. മെയിൻലി രണ്ട് ബ്രെയിൻ ഏരിയ ആണ്, ഒന്ന് ബേസിൽ ഗാംഗ്ലിയ ആൻഡ് സെറിബെല്ലം. മെയിൻലി നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മോട്ടോറിക് ആയിട്ടുള്ള ആക്ഷൻസിന് സെറിബെല്ലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹാബിറ്റ്സുകളും പ്രൊസീജിയറൽ ആയിട്ടുള്ള മെമ്മറീസിനും ബേസിൽ ഗാംഗ്ലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ലോങ് ടേം മെമ്മറി ആണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഡ്രൈവ് ചെയ്യാൻ അറിയാം, ഞാൻ ഡ്രൈവ് ചെയ്ത് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഗ്യാപ്പ് എടുത്താൽ പോലും പിന്നീട് എനിക്ക് ഡ്രൈവ് ചെയ്യുന്നതിൽ ഞാനത് മറന്നു പോകുക എന്നുള്ളൊരു പ്രോബ്ലം വരുന്നില്ല. അതൊരു നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. അതെനിക്ക് കോൺഷ്യസ് ഇഫോർട്ട് ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു തോട്ട് ഇല്ലെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ലൗഡ് നോയ്സിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒരു അസോസിയേറ്റീവ് ആയിട്ടുള്ള ലേൺഡ് റെസ്പോൺസ് ആണ്. ഇതൊക്കെ തന്നെ നോൺ ഡിക്ലറേറ്റീവ് ആണ്. ബോധപൂർവം അല്ല റെസ്പോണ്ട് ചെയ്യുന്നത്, നോൺ കോൺഷ്യസ്ലി അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ഇഫോർട്ട് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിൻലി ഉള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പ്രൊസീജിയറൽ മെമ്മറിയാണ്. അഥവാ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മോട്ടോർ സ്കില്ലുകൾ, ഹാബിറ്റുകൾ, ഇതൊക്കെയാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ ടൈമിംഗ് എന്ന് പറയുന്നത് മറ്റൊരു നോൺ ഡിക്ലറേറ്റീവിൻ്റെ എക്സാമ്പിളാണ്. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് വേറൊരു ഇവൻറ്റിനെ നമുക്ക് റീകാൾ ചെയ്യുന്നത് കുറേ കൂടി ഈസിയർ ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആയിട്ട് ചില ഇൻഫർമേഷൻസ് നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ഇവൻറ്റ് നമുക്ക് ഓർമ്മ വരുന്നത് ടൈമിങ്ങിന് എക്സാമ്പിളാണ്. അത് ആ മരണ വീടായതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഓർമ്മ വരുന്നത്. കാരണം അതുപോലെ ഒരു ഇവൻറ്റ് നമ്മൾ മറ്റൊരു മരണ വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ മരണ വീട്ടിൽ നമ്മൾ ഓർക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് മറ്റൊരു മരണ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, ഓർമ്മ വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്റ്റിമുലസിൻ്റെ എക്സ്പോഷർ മറ്റൊരു റെസ്പോൺസിന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് നോൺ കോൺഷ്യസ് ആണ് പലതും. നമ്മൾ ബോധപൂർവ്വം അല്ലെങ്കിൽ കോൺഷ്യസ് ഇഫോർട്ട് എടുത്തിട്ട് ആലോചിക്കുന്നതല്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സിലേക്ക് അത് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് അത് വരുന്നതാണ്. അത്തരത്തിലുള്ളത് നമ്മുടെ ഒരു നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ എക്സാമ്പിളാണ്. അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വരുന്ന റെസ്പോൺസുകൾ അല്ലെങ്കിൽ കണ്ടീഷനഡ് ആയിട്ടുള്ള റെസ്പോൺസുകൾ നിങ്ങൾ ഓൾറെഡി ഈ ലേണിംഗ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ലേണിംഗ് ബൈ അസോസിയേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ അസോസിയേഷൻസിലൂടെ കിട്ടുന്ന, അതുപോലെ തന്നെ നോൺ അസോസിയേഷൻ ലേണിംഗ്, ഹാബിച്വേഷൻ പോലെയുള്ള മെക്കാനിസത്തിലൂടെ കിട്ടുന്നതൊക്കെ നോൺ ഡിക്ലറേറ്റീവ് ലേണിംഗ് ആണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് മാത്രമാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ നമ്മുടെ സിലബസിലായിട്ട് പറയുന്നത്. ബാക്കിയുള്ളത് ജസ്റ്റ് പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും. നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആൻഡ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും നല്ല 2 എക്സാമ്പിളായിട്ട് ഈ പറയാനുള്ളത് നമ്മളൊരു ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ കാർ ഓടിക്കുക, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഇതൊക്കെ പ്രൊസീജിയറൽ മെമ്മറിയുടെ എക്സാമ്പിളാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ഇഫോർട്ട് ഇല്ലാത്ത നമുക്ക് ആ സ്കില്ല് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ കുറേ കാലത്തേക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരാൾ പാചകം ചെയ്യുന്നതെങ്കിൽ അത് ലോങ് ടേം മെമ്മറി ആവണമെന്നില്ല. അത് കോൺഷ്യസ് ഇഫോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും, അല്ലേ? അപ്പോൾ അത് ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്.
ഒരു ലോങ് ടേം മെമ്മറി കുറേ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെഷീനറി കുറേ സമയം ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കില്ല് കുറേ സമയം ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേം മെമ്മറി ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം അത് സ്ട്രോങ് ആവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിപ്പോ ക്യാമ്പസിൻ്റെ റോള് കുറവാണ് പ്രൊസീജിയറൽ മെമ്മറിയിലാണ് എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മോട്ടോർ സ്കില്ലുകൾ. ഒരു ബൈസിക്കിൾ ഓടിക്കുക അല്ലെങ്കിൽ സ്വിമ്മിങ്, നീന്തൽ അറിയുന്ന ആൾക്ക് കുറേ കാലം കഴിഞ്ഞാലും വെള്ളത്തിൽ വീഴുന്ന സമയത്ത് അവർ നീന്തിപ്പോവും അല്ലേ. അതൊരു പ്രൊസീജിയറൽ മെമ്മറി അല്ലെങ്കിൽ ഒരു സ്കില്ലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ മ്യൂസിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലുകൾ, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി റുട്ടൈൻ നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ അത് ഒരാൾക്ക് വിവരിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു ആക്റ്റിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ, ഫുട്ബോൾ കളിക്കുന്നത് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പ്രൊസീജിയറൽ മെമ്മറിയുടെ എക്സാമ്പിളാണ് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി നമ്മൾ നോക്കിയത് ഡിക്ലറേറ്റീവ് മെമ്മറി, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ എപ്പിസോഡിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി. നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിക്ലറേറ്റീവ് മെമ്മറി എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്നറിയപ്പെടും, അത് കോൺഷ്യസ് ഇഫോർട്ട് വേണം. അതുപോലെ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ഇംപ്ലിസിറ്റ് മെമ്മറി എന്നറിയപ്പെടും, അതിന് കോൺഷ്യസ് ഇഫോർട്ട് വേണ്ട. അതൊരു സ്കിൽ, ഹാബിറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരു മോട്ടോറിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്കതിൻ്റെ മെമ്മറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ റിട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി ഡിസ്കസ് ചെയ്യാം. താങ്ക്